കോഴിക്കോട് നാദാപുരത്ത് അധ്യാപകൻ 4ാം ക്ലാസ്സുകാരനെ മർദ്ദിച്ചതായി പരാതി. വേവം LP സ്കൂൾ വിദ്യാർത്ഥി സിനാനാണ് മർദ്ദനമേറ്റത്. സ്കൂളിലെ അധ്യാപകൻ ജംഷീറാണ് കുട്ടിയുടെ കാലിൽ വടികൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചത്. അടികൊണ്ട് പാടുകൾ ശ്രദ്ധയിൽപ്പെട്ട മാതാപിതാക്കൾ വളയം പോലീസിലും ചൈൽഡ് ഹെൽപ്പ് ലൈനിലും പരാതി നൽകി. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വേവം LP സ്കൂളിലെ അധ്യാപകൻ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചത്. വേവം കരുവാൻ കുന്നുമ്മേൽ ഇസ്മായിലിന്റെ മകൻ മുഹമ്മദ് സിനാനെ അധ്യാപകൻ വടികൊണ്ടടിച്ചു പരിക്കേൽപ്പിക്കുകയായിരുന്നു. കുട്ടി അധ്യാപകനെ പേടിച്ച് ഈ വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല. കുട്ടിയെ കുളിപ്പിക്കുമ്പോൾ കാലിൽ അടികൊണ്ട പാട് ശ്രദ്ധിച്ചപ്പോഴാണ് മാതാപിതാക്കൾ വിവരമറിയുന്നത്. വൈകുന്നേരം കുളിപ്പിക്കുമ്പോൾ കാലിന് കല, ചോര കല്ലിച്ചൊരു കലയുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു മാഷി അടിച്ചതാണെന്ന്. എങ്ങനെ അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് പട്ടിക ഉപയോഗിച്ചിട്ടാണ് മാഷ് അടിച്ചത്. അങ്ങനെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നാദാപുരം പോയി കാണിച്ചിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് അവർ ഗുളികയും ഓയിൽമെൻറ്റൊക്കെ തന്ന് അതൊക്കെ പുരട്ടിയിട്ടുണ്ട്. ഞാൻ വളയം സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചൈൽഡിലും ഞാൻ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. വേവം LP സ്കൂളിലെ അധ്യാപകൻ ജംഷീറാണ് മർദ്ദിച്ചതെന്ന് കുട്ടി മാതാപിതാക്കളോട് പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥി നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ചൈൽഡ് ലൈനിലും വളയം പോലീസ് സ്റ്റേഷനിലും സിനാന്റെ മാതാപിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.